വെൽക്കം ബാക്ക് ടു കാസ്റ്റർ എഫ് എഫ്. അപ്പോൾ ഈ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് ഇത്. അപ്പം ഇത് ഒരു പ്രാവശ്യം ഞാൻ കളിക്കാനൊക്കെ എടുത്താണ്. അപ്പോൾ ഇത് റെക്കോർഡായില്ലായിരുന്നു, സൗണ്ടും ഇല്ലായിരുന്നു. അപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് എടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ആണെന്നല്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, ഇതൊരു VR ആണ്. ആദ്യത്തെ വീഡിയോ ആണ്, ലോങ് വീഡിയോ ആണ് എൻ്റെ ചാനലിൽ. ഞാൻ ഇന്നൊരു ഓക്കെ പക്ഷേ ഞാൻ ഫാക്ടറിയിലാണ്. ആദ്യത്തെ കളിയാണ്ട് ആദ്യം ഞാനപ്പോൾ സോൺ പുഷർ ആകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ സ്കില്ലും എബിലിറ്റി എല്ലാം ഇട്ട് വന്നു പൈസ്. അപ്പോൾ അവിടെ വണ്ടി കിട്ടുമെന്ന് കരുതി ഞാൻ വലിയ കാര്യത്തിനൊക്കെ ഇറങ്ങിയ പൈസ ദാണ്ട് കിടക്കുന്ന ഓട്ടോ. അത് കണ്ടപ്പോഴേ എല്ലാം പോയി കേസ്. അപ്പോൾ വിചാരിച്ചത് ഞാൻ അപ്പോൾ ഞാൻ എപ്പോഴും ഇവിടെയാണ് സോൺ പുഷർ ഇറങ്ങുന്നതാണ് ഈ വണ്ടി കിട്ടും. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഓട്ടോ ഒക്കെ ഇടുന്നത്. അപ്പോൾ ഞാൻ അവിടെ നോക്കിയ ഒരു കാറ് കേസ്. അപ്പോൾ കാർ എടുക്കാൻ പോകുമ്പോൾ ഇവിടുന്ന് ടോക്കണൊക്കെ ഉണ്ട്, ഒക്കെ എടുക്കാമല്ലോ. അപ്പോൾ നമ്മളിവിടെ കളിക്കുന്ന ബെൻസനാണ്, OS അനിയൻ. ഓക്കെ, അപ്പോൾ അവിടെ വന്നപ്പോൾ ഒരു വണ്ടി ഹോൺ സെറ്റ് ആയിരുന്നു. അപ്പോൾ ഒരു വണ്ടി എടുത്ത് നമ്മൾ ടോക്കൺ കളക്ട് ചെയ്യാൻ തന്നെയാണ് പോകുന്നത് എപ്പോഴത്തെ പോലെ. അപ്പോഴാണ് ഒരുത്തൻ പുറേന്നൊക്കെ അടിച്ചത്. എനിക്ക് പറയണോ കൈ കാണണമെന്നില്ലാത്തതുകൊണ്ട് അടിക്കാനൊന്നും പറ്റിയില്ല. നമ്മൾ നേരെ വന്ന മാസ് ഇലക്ട്രിക്കലിൻ്റെ താഴെ ഒരു ക്രേറ്റ് ഉണ്ട്. അങ്ങോട്ടേക്കാണ് പോകുന്നത്. കാരണം അവിടെ അവനപ്പോൾ നോക്കുമായിട്ടുണ്ടായിരുന്നു. ആ ക്രേറ്റ് എടുക്കാൻ പോകാൻ വിചാരിച്ചു. അപ്പോൾ അവിടെ എനിമി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് എങ്ങോട്ടാ മാർസ് ഇലക്ട്രിക്കിൽ തന്നെ പോയി പൊക്കാമെന്ന്. അപ്പോൾ അവിടെ നിന്ന് ടോക്കണൊക്കെ എടുത്തു. ഞാൻ ശരിക്കും പറഞ്ഞാൽ 300 ടോക്കൺ എടുക്കാനാണ്. അപ്പോൾ ഇവിടെ ഈ ടോക്കൺ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ വരെ പോയി റിസ്ക് എടുക്കാൻ നിന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങ് പൊക്കി. എൻ്റെ പോക്കറ്റ് ഉണ്ടായിരുന്നു, അതേ പൊക്കി. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നോർമൽ റിവൈവ് ചെയ്തിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു എടാ നോർമൽ റിവൈവ് അല്ല, ഇതിപ്പോൾ സൂപ്പറായിരുന്നു. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ചെക്ക് ചെയ്യാൻ നോക്കി. അതിനുവേണ്ടി ഞാൻ വണ്ടി നിർത്തി ചെക്ക് ചെയ്യാൻ നോക്കിയത് ഇവിടെ ചെക്ക് ചെയ്യാൻ നിർത്തി. അപ്പോഴാണ് അത് നോർമൽ റിവൈവ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് സൂപ്പർ എങ്ങനെ കിട്ടി എനിക്കറിയത്തില്ല. ഈ സാർക്കിൽ ഇറങ്ങി താഴെ ഒന്ന് കമൻറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ അവിടുത്തെ കുറച്ച് മെഡൊക്കെ കണ്ടുപിടിച്ചെല്ലാം സെറ്റാക്കി. വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഫുള്ള് കാണുക, സ്കിപ്പ് ചെയ്ത് കാണുക. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് ഇനി വരുന്നതായിരിക്കും ഗൈസ്. നമ്മൾ ഇനി ഇതുപോലത്തെ കുറേ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഒക്കെ നമ്മൾ ഇടുന്നതായിരിക്കും ഗൈസ്. അവിടെയൊക്കെ മെഡും ലൂട്ടും എല്ലാം എടുത്ത് നമ്മൾ സെറ്റാക്കി. നമ്മൾ പോർച്ചിനോക്കിലേക്കാണ് തോന്നുന്നു പോകുന്നത്. എനിക്ക് ഓർമ്മയില്ല കളി. അപ്പോഴാണ് അവിടെ ഒരു വണ്ടി കണ്ടത്. ഇത് ഓൾറെഡി ഡാമേജ്. ആദ്യം നമ്മൾ ക്ലോക്ക് വെച്ച് ഈ വണ്ടി എടുത്തപ്പോഴേ ഒരുത്തൻ അടിച്ചാണ്. അപ്പോൾ അങ്ങനെ എന്താ പുറകോട്ട് വന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കിങ് സോഡ് എടുക്കാൻ വേണ്ടിയായിരുന്നു ഇവിടെ പോയി. അവനോട് ഞാൻ ഇതെടുക്കാൻ കിങ് സോഡ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് എത്ര കില്ല് കിട്ടും അത്രയും പ്ലസ്സും കിട്ടുമല്ലോ. അങ്ങനത്തെ ഒരു ഇതായുണ്ട്. കിങ് സോഡൊക്കെ എടുക്കുമ്പോൾ എത്ര കില്ലെടുക്കും അത്രയും പ്ലസ്സും കൂടെ കിട്ടും. മൈനസ് മേടിക്കണ്ടെന്ന് വെച്ചാൽ അങ്ങനല്ലേ, മൈനസ് അടിക്കത്തില്ല കിങ് സോഡ് എടുത്ത്. ഇപ്പം ഞങ്ങൾ സ്കോഡ് വൈപ്പായാൽ മൈനസ് അടിക്കത്തില്ല. യെസ്, ദാറ്റ്സ് ദ യൂസ്. ഞാൻ പിന്നെ എൻ്റെ പരിപാടി തുടങ്ങാം. സോൺ പുഷർ എന്തുകൊണ്ടെങ്കിൽ അതെല്ലാം ചെയ്തിട്ടുമുണ്ട്. എല്ലാ എബിലിറ്റിയും എല്ലാം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആക്റ്റീവ് സ്കിൽ ഇട്ടിട്ടില്ല കൂടുതൽ. കാരണം ഞാൻ ഇതിനൊക്കെ ഇട്ട്. അപ്പോൾ നമ്മളെപ്പോഴത്തെ തന്നെ കളി തുടങ്ങി. കളി എന്ന് വെച്ചാൽ ടോക്കൺ എടുക്കുക പരിപാടി. കറക്റ്റ് അതേ തന്നെ പോയിടിച്ച്. എങ്ങനെയാണെന്നറിയാം, ഞാൻ പറയുകയും ചെയ്തു കളിച്ചപ്പോൾ മൈക്ക് കറക്റ്റ് അതേ തന്നെ പോയിടിച്ച്. ഞാൻ ആ റെക്കോർഡിങ് പ്രശ്നമെന്ന് വെച്ചാൽ വോയിസ് ക്ലിയർ അല്ല, വോയിസ് കുറവോ ക്ലിയറും അല്ല. അപ്പോൾ ഇതെടുത്ത ഇതിൻ്റെ ക്ലിയർ അല്ലെങ്കിൽ അതോ ഗതി. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് വണ്ടിക്കിട്ട് അടി. അപ്പോൾ നോക്കുമ്പോൾ മുന്നിലൊരു ലൂട്ടി ഞാൻ ഇടിച്ചെങ്കിൽ ഞാൻ ടോക്കൺ എടുക്കാനാണ് വന്നത്. അപ്പോൾ അവനോട് നല്ല ഫൈറ്റ് നടക്കാം. ഞാൻ ഡാമേജ് കുറേ കൊടുത്തു. നോ യൂസ് ഗൈസ്. ചത്ത് അപ്പോൾ അവനോട് ഞാൻ ബെൻസനോട് റിവൈവ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബെൻസൻ ഇവിടെ റിവൈവ് ചെയ്യാൻ വന്നപ്പോൾ ഇവിടെ ഫൈറ്റൊക്കെ നടക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് റിവൈവ് ചെയ്യാൻ വന്നത്. തേർഡ് പാർട്ടി ആയെന്ന് തോന്നുന്നു. കണ്ട കേസ് ഇവിടെ രണ്ടുപേരും ഫൈറ്റ് നടക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ ബെൻസൻ തേർഡ് പാർട്ടി ആയിട്ട് വന്നതാണ് കേസ്. അങ്ങനെ നമ്മളെ പൊക്കിയിട്ടൊക്കെ ഉണ്ട്.
നമ്മളപ്പോൾ ഫാക്ടറിയിൽ തന്നെ ഇറങ്ങുന്നതെന്ന് വിചാരിച്ചപ്പോഴാണ് ബെൻസൻ ഒരു പണി വന്നത് ഗൈസ്. ഞാൻ ബെൻസനോട് പറഞ്ഞു അത് വെയിറ്റ് ചെയ്യുക, എനിമിയെ റഷ് അടിപ്പിക്കുക, അവിടെ നിർത്ത്, ഞാൻ വന്ന് ഫൈറ്റൊക്കെ ചെയ്യാൻ. അങ്ങനെ പറഞ്ഞങ്ങോട്ട് ഇറങ്ങി ഗൈസ്. ബെൻസൻ അങ്ങ് ഒറ്റ പോക്ക് 2 നടുക്കിട്ട് ഗൈസ്. അപ്പോഴെവിടെ സപ്ലൈ ക്രീറ്റ് ഉണ്ട്. ഞാൻ അപ്പോൾ ഇങ്ങോട്ട് തന്നെ ഇറങ്ങി ഗൈസ്. ഞാൻ ഫുൾ SMG ആമോ എടുത്തു. പക്ഷേ അപ്പോഴാണ് എനിമി അങ്ങോട്ട് പോയി ഗൈസ്. അപ്പോൾ ഒരു എനിമി അങ്ങോട്ട് പോയി, 2 ഒരുത്തൻ നടന്നായിരുന്നു. അപ്പോൾ ബെൻസൻ പറഞ്ഞു എടാ എനിമി വന്നടാ, നീ ചാടിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ബെൻസനെ വിശ്വസിച്ചങ്ങ് ചാടി ഗൈസ്. ഒറ്റൊരു മെഡുണ്ടായിരുന്നു. ആ മെഡ് അപ്പോഴാണ് ബെൻസൻ ഒരാളെ നോക്കാക്കിയ ഗൈസ്. ഓക്കെ മാഗിട്ട് അപ്പോൾ ഞാനും ആ വഴി അങ്ങ് പോയി. ആ സാധനം എടുത്തിട്ട് ആ സെയിം എനിക്ക് ലൂട്ടില്ലായിരുന്നു, ഇറങ്ങിയല്ലോ ഉള്ളത്. അപ്പം അവൻ്റെ ലൂട്ട് എടുക്കാൻ പോയേക്കുമായിരുന്നു. അവൻ്റെ ലൂട്ടൊക്കെ എടുത്ത് നല്ല സെറ്റായിരുന്നു. അപ്പോഴും എനിക്ക് കുഴപ്പമെന്ന് വെച്ചാൽ മെഡില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത്ര ലൂട്ടൊക്കെ സെറ്റായല്ല, ഇനിയും ഞാൻ സോൺ പുഷ് ചെയ്യുന്നില്ല, ഇവൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് കളിക്കാമെന്ന്. അപ്പോൾ കുഴപ്പമില്ല. പിന്നെ ഇവൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് കളിക്കാൻ തുടങ്ങി. അപ്പം മറ്റവനുണ്ടായിരുന്നു, ഇവൻ ബുദ്ധിയുള്ളവനായിരുന്നു. 2ാമത്തെ അവൻ ചുമ്മാ ഡയറക്റ്റ് ഒന്നും വന്നില്ല. അവൻ പുറകിൽ കൂടെ വന്ന് ബെൻസനെ അടിക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. അപ്പോൾ എൻ്റെ മെഡില്ലായിരുന്നു. അവനോട് ഞാൻ മെഡൊക്കെ ചോദിച്ചു ബെൻസനോട്. അപ്പോൾ ബെൻസൻ മെഡൊക്കെ തന്നെ എനിക്ക് MP40 ഒക്കെ കിട്ടി. ഓക്കെ എല്ലാം സെറ്റായി. ഇപ്പം ലൂട്ടെല്ലാം സെറ്റായി. ഇനി ഫൈറ്റിനെല്ലാം റെഡി. അപ്പോഴാണ് പുറകെ ഫൈറ്റ് നടക്കുന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ലൂട്ട് മുഖ്യം പിക്കില്ല, അത് ലൂട്ട്, അത് കഴിഞ്ഞ് ഫൈറ്റൊക്കെ. ബെൻസൻ ഒന്നും നോക്കിയില്ല, ചാടി കയറി പോയിട്ടുണ്ട് ഫൈറ്റ് എടുക്കാൻ. ബെൻസൻ ഇപ്പോൾ എല്ലാം ചത്ത തീർന്നു കഴിച്ചു. കാരണം 0 കോയിനാണ്, പൊക്കാനും പറ്റത്തില്ല. അപ്പോഴാണ് ഞാൻ വെച്ചാൽ ബെൻസനോട് ടോക്കൺ എടുക്കാൻ, 2ാമത്തെ കിങ് ഷോട്ട് എടുക്കാമെന്ന് ഞാനങ്ങ് വിചാരിച്ചു. അപ്പോൾ ബെൻസനോട് ഞാൻ ടോക്കൺ എടുക്കാൻ പറഞ്ഞു. ടോക്കൺ എടുത്തു, കിങ് ഷോട്ട് ഇട്ടു, അത്രയേ ഉള്ളൂ. പിന്നെ ഈ സാധനം ഞാൻ എടുത്തപ്പോഴാണ് ഇത് ഞാൻ തിരിച്ചപ്പോഴത്തേക്കും ഇത് ബ്ലിങ്ക് ആയി പോയി. കണ്ടോ, ഇത് പൊട്ടി അങ്ങ് പോയി. ഇതെനിക്കറിയത്തില്ല നീ പൊട്ടുന്ന കാര്യം ഗൈസ്. ഞാൻ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇത് സാധനം പൊട്ടിപ്പോകുന്നത്. എന്ത് പറ്റി ശരിക്കും പറഞ്ഞാൽ 2 യൂസ് നടന്നിട്ടോ അല്ല 3 യൂസ് നടന്നിട്ടുള്ളെന്ന് തോന്നുന്നു. ഇത് 4ാമത്തെ ഞാൻ യൂസ് ചെയ്യാൻ പോയപ്പോൾ സാധനം തീർന്നു. എന്തായാലും കുഴപ്പമില്ല. എനിക്ക് തന്നെ പെൻഷൻ്റെ അടുത്തോട്ട് പോകാനായിരുന്നു. പിന്നെ നമ്മൾ സോണിൻ്റെ കൂടെ നമ്മളങ്ങ് പോവുക. ഡയറക്റ്റ് റഷ് ചെയ്ത് കണ്ടെന്ന് കരുതിയിട്ടാണ്. ഇതുവരെ വീഡിയോ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗൈസ് പ്ലീസ് ജസ്റ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. പെട്ടെന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മൾ ലൈവ് സ്ട്രീമൊക്കെ കാണുന്നതായിരിക്കും ഗൈസ്. നമ്മുടെ ലൈവ് സ്ട്രീമിൽ റെഡിയും കോഡ്സ് റൂംസ് എല്ലാം നമ്മളുടെ അവൈലബിൾ ആയിരിക്കും ഗൈസ്. അപ്പോൾ പറഞ്ഞു തന്നപ്പോൾ ഞങ്ങൾ ആശ്രമങ്ങളുടെ അവിടെ ഒരു വണ്ടി കണ്ടു ഗൈസ്. ആ വണ്ടി പൊട്ടിച്ചപ്പോൾ അതിൻ്റെ പുറകെ എനിമി. പെട്ടെന്ന് അവനെ കണ്ടപ്പോൾ അവനും ഗ്ലൂ ആയിട്ട് നല്ലൊരു നോക്കായിരുന്നു. ഇവിടെ വെച്ച് ഒരു വൈപ്പ് ഔട്ട് തന്നെ. ബെൻസൻ 1 കില്ല്, ഞാനും 1 കില്ലൊക്കെ എടുത്തു. ഇങ്ങനെ ഞാൻ മെഡൊക്കെ അടിച്ചു. ഇവൻ്റെ ഇഷ്ടത്തിൽ ലൂട്ടുണ്ടായിരുന്നു. ഈ 2 ഇടയിൽ നല്ല ഹൈ ലൂട്ടായിരുന്നു. ഞാൻ ഇതിന്ന് പരാഫലൊക്കെ എടുത്തു. ശരിക്കും പറഞ്ഞാൽ പരാഫൽ MP40 M80 ഏതാ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അടനമ്പളാണ് മനസ്സിലായി ഗൈസ്. ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടോ, അപ്പോഴാണ് മനസ്സിലായി ഒന്നും ആയിട്ടില്ല. അപ്പം ഞാൻ ലോങ് റേഞ്ച് ആണ് തേർഡ് പോയിരുന്നു. അപ്പോൾ ഇത് തുറന്നു. പിന്നെ അതൊന്ന് ഫൈറ്റ് എടുക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ M10 എനിക്ക് ഇവിടുന്ന് കിട്ടിയാൽ ഞാൻ M10 എടുത്താൽ കുറച്ച് കുത്തിപ്പിടി ഫീൽ ഗൈസ്. കുത്തിപ്പിടി മൈൻഡ് അപ്പോഴത്തേക്ക് വന്നു. ഏത് വൈബ്, കുത്തിപ്പിടി വൈബ് ഗൈസ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതെല്ലാം എടുത്ത് സെറ്റായി ഗൈസ്. ഇപ്പം മെഡും എല്ലാം ഉണ്ട്. നമ്മൾ സോണാത്ത് കയറാൻ ബെൻസൻ പറഞ്ഞു എടാ അവിടെ നിൽക്കടാ, ലോഞ്ച് പാഡ് ഇപ്പോൾ ആകുമെന്ന്. അപ്പോൾ ഇനി അതിന് വേണ്ടി കാത്തിരിക്കുവാണ് ഗൈസ്. ലോഞ്ച് പാഡ് അപ്പോഴത്തേക്ക് ഞാൻ ഈ സാധനം അടിച്ചു ഗൈസ്. എൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ബെൻസൻ ഇവിടെ ഇരിക്കുന്ന കാരണം അവൻ്റെ ലോഞ്ച് പാഡ് ഇതാകുവാണ്. ലോഞ്ച് പാഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് സോണിൻ്റെ വെളി ഈസി ആയിട്ട് പോകാം. ഓക്കെ ബെൻസൻ ലോഞ്ച് പാഡ് ആയിട്ടുണ്ട് ഗൈസ്. ഞാനും ചാടി അവൻ്റെ അടുത്ത് പോയി ഗൈസ്. ഓക്കെ പെട്ടെന്ന് എല്ലാം സബ് അടിക്കുക സബ്. ഓക്കെ അപ്പോൾ HP കുറച്ച് കുറഞ്ഞുകൊണ്ട് നമ്മൾ മെഡൊക്കെ അടിച്ചിട്ടുണ്ട്. അവനെ ഞാൻ HP ഇടാൻ നോക്കിയത് പക്ഷെ മിസ്സായി. ഓക്കെ ഇപ്പം എല്ലാം ഫുൾ ഹെൽത്ത് ആയി. ഈ സോണിൻ്റെ ഇടയ്ക്ക് ഇത്ര സോണൊക്കെ വന്നപ്പോൾ ഒരുത്ത അവിടെ പുറയിൽ ഡ്രോപ്പ് ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ബെൻസന് അവന് കില്ല് വേണം ഗൈസ്. അത് സോണിൻ്റെ അകത്തൊക്കെ പോയി. ഇപ്പോൾ ഒരുത്തൻ വന്ന് ഡ്രോപ്പിൽ വിട്ടെന്ന്. അപ്പോൾ ആണ്ട്രാ പുറകെ ഡ്രോപ്പിൽ വിട്ടെന്ന് ഒരുത്തൻ എന്ന് പറഞ്ഞ് വിളിച്ചോണ്. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല ബ്രോ.
സോണിലുള്ള പരിപാടിയൊന്നും വേണ്ട, ആണും പെട്ട് പോയാൽ തീർന്നു ഗൈസ്, അത്രയേ ഉള്ളൂ. ആണും പെട്ട അതിൻ്റെ ഇടയ്ക്ക് ഗൈസ് ഒരു സോളോ ഡയറൊക്കെ പറന്നു പോകുന്നു. അപ്പോൾ ഒരുത്തനെ അവൻ കൊന്നു, രണ്ടാമത്തെ ആൾ അവന് നല്ല ഡാമേജ് കൊടുത്തു, അവനും ഡാമേജ് കൊടുത്തു, ഫുൾ ഡാമേജ് 250 HP നിൽക്കുന്നത് എന്ന് അവൻ പറഞ്ഞു ഗൈസ്. ഇവിടെ അവൻ ബെഡടിച്ചു, രണ്ടാമത്തെ ആളെ നോക്കിയിടുമോന്ന് ഗൈസ്, അവൻ നോക്കിയിട്ടു ഗൈസ്, അവൻ നോക്കിയിട്ടു. പക്ഷെ അവന് HP കുറവുണ്ടായിരുന്നു ഗൈസ്, അത് പൊക്കി ഗൈസ്, ആ കില്ല് പൊക്കി ഗൈസ്. പിന്നെ അത് കഴിഞ്ഞ് അവൻ ചാടി അടിച്ചു, പക്ഷേ നോ ഫിയർ ഗൈസ്, അവൻ ചത്ത് ഗൈസ്, സോണിപ്പെട്ട് ചത്ത് ഗൈസ്, എലിമിനേറ്റഡ്. 2 എലിമിനേറ്റഡ് ആയിരുന്നു കണ്ടോ ഗൈസ്. അത് നമ്മൾ പറയാൻ പറ്റാത്ത വാക്കാണ് ഗൈസ്. ഈ സ്ഥലം ഓർമ്മയുണ്ട്, നമ്മൾ ആദ്യം ചത്ത ഗൈസ്. ഒരു ടോക്കൺ എടുക്കാൻ വന്നു, ഒരു 300 ടോക്കണ് വേണ്ടി അവൻ എൻ്റെ എത്ര 1200 ടോക്കൺ കണ്ട് കൊണ്ടുപോയി ഗൈസ്. സെഡ് ലൈഫ് ഗൈസ്, സെഡ് ലൈഫ്. ഓക്കെ അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഗൈസ്. അങ്ങനെ ഞാൻ അവനെ പൊക്കാനായിട്ടൊക്കെ പോവായിരുന്നു ഗൈസ്. പൊക്കാൻ വന്നപ്പോഴാണ് ഇവിടെ കുറേ വണ്ടിയൊക്കെ ഗൈസ്, എൻ്റെ ഫ്രണ്ടിലും ബാക്കിലും എല്ലാം വണ്ടിയുണ്ട്. ഞാൻ പേടിച്ച് കയറി ഗൈസ്, കാരണം നേരത്തെ പൊക്കാൻ പോയപ്പോൾ ലാൻഡ് മൈൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ കളി വെച്ച്. അപ്പോൾ ആ കളി നമ്മൾ അതിൻ്റെ പേടി. അപ്പോൾ ഞാൻ അവനെ പൊക്കിയിട്ടുണ്ട്, അവൻ പറഞ്ഞു ഇവിടെ ഇറങ്ങുവാണ്, അവൻ താഴെ സോളോട്ടറിനെ കൊല്ലാൻ പോവാന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു എടാ ഇവിടെ എങ്ങാനും ഇറങ്ങിയാൽ പോരാ, അവന് സോളോട്ടറിനെ കൊന്നാലേ ഇറങ്ങത്തുള്ളൂ. അപ്പോഴാണ് മനസ്സിലാവുന്നത് എടാ ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് സോളോട്ടർ ചത്തുന്നു, നന്നായി. അപ്പോൾ ഞാൻ പിന്നെ വണ്ടി എടുത്തോണ്ട് ഇത് പോയിക്കൊണ്ട് 12 ലൈവ് ഉണ്ട്. ഇതാണ് ഏറ്റവും സീൻ. ഈ ഇത്ര കുഞ്ഞു സോണൊക്കെ ആകുമ്പോഴത്തേക്കും 12 ലൈവ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ നമുക്ക്. ഒന്നാമത് എൻ്റെ 2 ഷോർട്ട് റേഞ്ച്. അപ്പോൾ ബെൻസ് അവിടെ അവിടെ എനിമി എന്താ ആർസണൽ ലൂട്ട് ചെയ്യുമായിരുന്നു. ഞാൻ തേർഡ് പാർട്ടിക്കൊന്നും നിന്നില്ല, വെറുതെ എന്തിനാവും ലൂട്ട് ചെയ്ത്. അപ്പോൾ ബെൻസ് ഇവിടെ ഒരുത്തനെ കൊല്ലാൻ റെഡി ആയിട്ടിരിക്കുക ആ വണ്ടിക്കാനെ. ഞാൻ ആ വണ്ടിക്കാന് നല്ലതായിട്ട് ഇതൊക്കെ ഇട്ട്. അപ്പോൾ അവിടെ ചെന്ന ബെൻസ് ഓടിച്ചെല്ലുന്നു. ഞാൻ ഓർത്ത് വണ്ടിയുടെ ശബ്ദം നിന്ന് കഴിച്ചു. അപ്പോൾ ബെൻസ് നല്ല ഡാം കൊടുത്തിട്ടുണ്ട്, ബെൻസനെ ഏതായാലും ലൊക്കേറ്റ്. പക്ഷെ ബെൻസനെ ഡാം കൊടുത്തുകൊണ്ട് ഒരു കില്ല് കുമ്മൻ കിട്ടിയെന്ന് പറയാൻ പറ്റില്ല, അവൻ ശരിക്കും നോക്കായി കേസ്. അപ്പോൾ ഞാൻ എടുത്തു, അത്രേ ഉള്ളൂ. കേസ് അവന് നല്ല ഇതൊക്കെ കിട്ടിയെന്നൊക്കെയാണ് വിചാരിച്ച ലൂട്ടൊക്കെ. പക്ഷെ അവൻ ഇറങ്ങിയതെങ്ങാണ്ടുള്ളതെന്ന് വെച്ചാൽ അവൻ ഏതോ അവൻ പൊക്കാനും കണ്ട് പോകുമായിരുന്നു. അവൻ്റെ കയ്യിൽ ഒരു ലൂട്ടും ഇല്ലായിരുന്നു. ഒരു P90 ഉണ്ടായിരുന്നു, 50 ബുള്ളറ്റും കണ്ടേ ഉള്ളതെന്ന് SMG ആമോ. അപ്പോൾ ഞാൻ പിന്നെ വണ്ടി എടുത്തു കേസ്, കാരണം ആർസണലിലോട്ട് പോകാൻ. ശരിക്കും പറഞ്ഞാൽ ആർസണലിൽ കറങ്ങി പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് മൈൻഡ് വന്നത് ലോങ് റേഞ്ച് കാണില്ല. അപ്പോൾ ബെൻസനോട് എത്തിയ വിശ്വാസത്തിൽ ഞാനും അങ്ങ് ഓടി കേസ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മേളിൽ എനിമിയൊക്കെ ഉണ്ട്, ഒരു ഡ്യുവോ ഉണ്ട്. അപ്പം അടിച്ചില്ല, അവന്മാർ കണ്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനും ഗ്ലൂവാൾ പൊട്ടിക്കാൻ സഹായിച്ച് കുത്തിപ്പിടി കേസ്. അവിടെ എന്തോ സംഭവിച്ചു എനിക്ക് പോലും അറിയത്തില്ല. 20 ഡാമേജിനൊക്കെ ടീം വൈപ്പ് ഔട്ടായി. ഏതാ കഴിവ് തന്നെ, സോളോഡാറിനെ കൊന്നുകൊണ്ട് ഉപകാരമുണ്ടായി, കാരണം അവൻ്റെ നല്ല ലൂട്ടുണ്ടായിരുന്നു. അങ്ങനെ ബെൻസന് M60 മാഗും ഒക്കെ കിട്ടി, എല്ലാം സെറ്റായി. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് SPD എടുത്താലോ. SPD ഇപ്പോൾ ലോങ് റേഞ്ച് കാണും, എല്ലാം സെറ്റായി ഗൈസ്. എനിക്ക് 3 കില്ല് മാത്രമേ ഉള്ളൂ ഗൈസ്, അവന് കുറേ കില്ലും കാണുന്നുണ്ട്, ബെൻസിന് കുറേ കില്ലൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി വിചാരിച്ചു ഇനി കുറച്ച് നേരം ആർസണൽ ക്യാമ്പ് അടിച്ച് കളിക്കാമെന്ന്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം പണി പാളി. സോണ് അപ്പുറത്താണ്, ഒരു ഓപ്പൺ സ്പേസിൽ. അപ്പോൾ ഒരു വണ്ടിയൊക്കെ ഫുള്ള് വണ്ടി ഗൈസ്, വെളി ഫുള്ള് വണ്ടികളാണ്. 2 വണ്ടിയും കണ്ടുണ്ട്. അതിൻ്റെ കൂടെ 3 ഡ്യുവോയും കണ്ടുണ്ട്, 3 ഡ്യുവോ സ്കോഡും കൂടെ ഉണ്ട്, ഡ്യുവോ ഉണ്ട്. അപ്പം ബെൻസൻ പറഞ്ഞ വണ്ടിയൊക്കെ സെറ്റാക്ക്, സോണ് വന്നാൽ പോണ്ടിയാന്ന്. ഞാൻ വണ്ടിയൊക്കെ തിരിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ബെൻസൻ പറയാം എടാ വണ്ടി ഇനി വേണോ, അവനങ്ങ് ഓടി ഗൈസ്. വണ്ടി വേണമെന്നൊക്കെ പറഞ്ഞ ആൾ അവനും ഓടി. അപ്പോൾ ഞാനും അവൻ്റെ പുറകെ അങ്ങ് ഓടി ഗൈസ്. ഇങ്ങോട്ട് അപ്പോഴാണ് അവിടെ ഒരു എനിമിയെ കണ്ടത്. ഞാൻ എന്തിനാ അവിടെ ഗ്ലൂവാൾ ഇട്ടെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അങ്ങനെ ആ ഗ്ലൂവാൾ പൊട്ടിച്ച് അവനെ അങ്ങ് തീർത്തിട്ടുണ്ട്. യെസ്, വി ആർ ബ്രില്യൻറ്റ്. അങ്ങനെ ഞാൻ ആ എനിമിയെ കൊന്നപ്പോൾ കയറ്റിയപ്പോൾ എനിക്ക് അടി കിട്ടി ഫ്രണ്ടിൽ നിന്ന് ഇവിടെ. അപ്പോൾ ബാക്കിൽ ഈ ഡ്രോൺ വന്നായിരുന്നു. അപ്പോഴാണ് ബാക്കിലുണ്ടോയെന്ന് സംശയമുള്ളതെന്ന് ഈ ഡ്രോൺ എങ്ങനെ വന്നെന്ന്. അപ്പോഴാണ് ഞാൻ പിന്നെ മാപ്പിലോട്ട് നോക്കിയപ്പോഴാണ് കണ്ടത് ആ ഡ്രോൺ വിട്ടത്. അപ്പോൾ ആ ഡ്രോൺ അടിക്കുമ്പോൾ എനിക്ക് ബാക്കിൽ നല്ല അടി കിട്ടി. ഞാൻ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഞാൻ ചാടി അടിക്കുന്നല്ലേ എൻ്റെ ആ സ്കോപ്പിൻ്റെ അപ്പുറത്താണ് ചാടുന്ന ബട്ടൺ. അപ്പോൾ അതുകൊണ്ടാണ് അത് കൊള്ളുന്നത്. ഞാൻ സ്കോപ്പ് ചെയ്ത് അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരാളെ നോക്കാക്കി, പക്ഷെ
ഗ്ലൂവാൾ പൊട്ടിച്ചിട്ടും അടുത്ത ഗ്ലൂവാൾ അവൻ ഇട്ട് ഗൈസ്. അതുകൊണ്ട് ആ കില്ല് പോയി ഗൈസ്. അവൻ നല്ല ഡാമേജ് ഞാൻ കൊടുത്തായിരുന്നു ഗൈസ്. അപ്പോഴവിടെ ഒരു സാൻഡിനോ ഉണ്ട്. ആ സാൻഡിനോ ഇടാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുമായിരുന്നു ഗൈസ്. അങ്ങനെ ഒരുത്തനെ പിന്നെ നോക്കി കിട്ടി. ആ കില്ലും ഫിനിഷായി ഗൈസ്. അപ്പോഴാണ് ഞാൻ പാറയുടെ ഒരുത്തം കണ്ടത്. അപ്പോൾ ബെൻസൺ വന്നു ഗൈസ് അവനെ കൊല്ലാനായിട്ട്. ഇപ്പോൾ വെറും ഒരു ഡ്യൂവും കൂടെ ഉള്ളു ഗൈസ്. അവന്മാരെയും കൂടെ കൊല്ലുവാണെങ്കിൽ ഒരു ഡ്യൂവോ ആയിരിക്കത്തില്ല, ഒരുത്ത സോളോ ആയിരിക്കും. അപ്പം എനിക്ക് നല്ല അടി കിട്ടുന്നുണ്ടായിരുന്നു. ലോങ്ങിൽ അവൻ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ഏതോ വുഡ്പെക്കറോ വരാഫിലോ കണ്ടത്. അപ്പോഴാണ് ഗൈസ് അവൻ ഓപ്പൺ ഇരിക്കുന്നത് ഞാൻ കണ്ട ഗൈസ്. അപ്പോൾ അവനങ്ങ് അടിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ആദ്യം ഞാൻ എംഡനൊക്കെ എടുത്തായിരുന്നു ഗൈസ്. പക്ഷെ അവൻ ചുറ്റും ഗ്ലൂവാൾ ഇട്ടായിരുന്നു. ഗ്ലൂവാളൊക്കെ പൊട്ടിച്ചു ഗൈസ്. അപ്പോൾ അവൻ അടുത്ത ഗ്ലൂവാൾ ഇട്ടു. അപ്പോഴാണ് കണ്ട ശരിക്കും പറഞ്ഞാൽ ഈ കില്ല് എനിക്ക് കിട്ടേണ്ടിയായിരുന്നു. കണ്ടോ അവസ്ഥ ഉണ്ടോ ഗൈസ്. അവൻ ഗ്ലൂവാളിൻ്റെ ഇടയിൽ കയറിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ബുയ്യൊക്കെ കിട്ടി ഗൈസ്. അതിൻ്റെ അപ്പം വീഡിയോ ഇത്ര ഉള്ള വീഡിയോ ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ടിൽ ദർ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.